നമ്മുടെ സ്കിന്നിന് നല്ല നാച്ചുറലായിട്ട് ഒരു നല്ല ഗ്ലോ കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ഇന്ന് കാണിച്ചു തരാം കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് നല്ലൊരു സൂപ്പർ ഗ്ലോയി സ്കിന്നായിരിക്കും ഇതേപോലെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുമി. ഇന്ന് നമ്മളെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. കുറേ നാളുകൾക്ക് ശേഷം സ്കിൻ കെയറുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മെയിനായിട്ട് നമുക്കറിയാമല്ലോ, വേനൽക്കാലമാണ്. നല്ല രീതിയിൽ സ്കിന്ന് ടാൻ അടിക്കുക, അതായത് വെയിലേറ്റ് കരിവാളിക്കുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ സ്കിന്നിന് ഹൈഡ്രേഷൻ നല്ല രീതിയിൽ ആവശ്യമുണ്ട്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി ആയിട്ടാണ് ഇരിക്കണം. പ്രത്യേകിച്ച് നെറ്റി, മൂക്കിൻ്റെ സൈഡ്, താടി. കാരണം എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് ഒരു ടീ അറിയാലോ, ടീ പോലെ ആയിരിക്കും ഓയിലി ആയിട്ടിരിക്കുക. നെറ്റിയിൽ, മൂക്കിൻ്റെ അല്ല താടിയിൽ ആ ഒരു സൈഡിലൊക്കെ നല്ല രീതിയിൽ ഓയിലി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്കൊന്ന് മാറ്റണം. എന്നിട്ട് നമുക്ക് എന്താ പറയുക, ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യണ ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മായെർത്തിൻ്റെ ബീട്രൂട്ട് ജെൻറ്റിൽ ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൽ ബീട്രൂട്ടും അതേപോലെ ഹൈലറോണിക് ആസിഡുമാണ് കണ്ടൻറ്റ് വരുന്നത്. ബീട്രൂട്ട് നമുക്കറിയാമല്ലോ, സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റൺ ചെയ്യും, നല്ലൊരു നാച്ചുറൽ ഗ്ലോ തരും. അതേപോലെ ഹൈലറോണിക് ആസിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കിന്നിന് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കാൻ, അത് നല്ല രീതിയിൽ സ്കിന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് ഹൈലറോണിക് ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ട് മെയിൻ കണ്ടൻറ്റ് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഫോർ ഹൈഡ്രേറ്റഡ് പിങ്ക് ഗ്ലോന് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ മമ്മായെർത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറയാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മമ്മായെർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഹാംഫുൾ കെമിക്കൽസ് ഇല്ലാത്ത ഓൾ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അതുപോലെ മമ്മായെർത്ത് പ്ലാസ്റ്റിക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. മമ്മായെർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ മമ്മായെർത്തിൻ്റെ വെബ്സൈറ്റ്, മമ്മായെർത്തിൻ്റെ ആപ്പ്, ആമസോൺ, നൈക്കോ, ഫ്ലിപ്കാർട്ട് ആൻഡ് പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതിലേറ്റവും എടുത്തു പറയാനുള്ള, എനിക്ക് ഏറ്റവും മമ്മായെർത്ത് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മായെർത്തിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ ഇവരുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ ടൈമിലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ ഓർഡർ ലിങ്കിലൂടെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ട്രീ പ്ലാൻ ചെയ്യും. അതിൻ്റെ ജിയോ ലൊക്കേഷൻ, സ്പീഷ്യസ്, പിക്ചറൊക്കെ അവർ നമുക്ക് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്യും കേട്ടോ. അതാണ് എനിക്ക് മമ്മായെർത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. അപ്പോൾ ഞാൻ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തു. നല്ലൊരു ജെൻറ്റിൽ ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്, ജെൻറ്റിലായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നേരത്തെ ഭയങ്കര ഓയിലി ആയിട്ടിരുന്ന ഫേസ് ആണെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല റിഫ്രഷിങ് ആയിട്ടുണ്ട്. അതേപോലെ ആ ഒരു ഓയിലൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു ജെൻറ്റിൽ ഫേസ് വാഷാണ്. അതായത് നമ്മുടെ ഫേസിനെ ഒരുപാട് ഹാർഷ് ആക്കാതെ, ഡ്രൈ ആക്കാതെ, നാച്ചുറലായിട്ട് നല്ലൊരു ഗ്ലോ നിലനിർത്തിക്കൊണ്ട് തന്നെ ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ആക്കി തരും. അതിൽ ഈ ബീട്രൂട്ട് നമുക്ക് നാച്ചുറൽ ഗ്ലോ തരാനായിട്ട് സഹായിക്കും. ഹൈലറോണിക് ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രേഷൻ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിനി ഫേസ് വാഷൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഫേസ് മാസ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് നമുക്ക് വീക്ക്ലി വൺസ് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. എപ്പോഴും യൂസ് ചെയ്യണം. കാരണം ഇത് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിലെ ഡോട്ടും എക്സായിട്ടുള്ള ഓയിലൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. ഇതിൽ എന്തൊക്കെ കണ്ടൻ്റ് ആണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതിൽ മുൾട്ടാണി മിട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ഒരു ഓറഞ്ചിൻ്റെ അല്ലി അതെടുത്തിട്ട്, അതിൻ്റെ ജ്യൂസില്ലേ, ഓറഞ്ചിൻ്റെ ജ്യൂസ് അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റോസ് വാട്ടർ, ഇത്രയാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളൂ. ഇത് മൂന്നും ഉള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഏതൊരു ഫ്രൂട്ടിൻ്റെയോ വെജിറ്റബിളിൻ്റെയോ ജ്യൂസ് യൂസ് ചെയ്യാം. അതായത് പൊട്ടറ്റോ ജ്യൂസ് ആഡ് ചെയ്യാം, കുക്കുംബർ ജ്യൂസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആണെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാണി വന്നിട്ട് കടിക്കാൻ വന്നേക്കുന്നതാണ് തള്ളിയത്. ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ വേനൽക്കാലമാണ്, നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുഖമൊക്കെ വേർക്കും. അപ്പോൾ ഈ ഒരു മുഖത്ത് ഓയിൽ പ്രൊഡ്യൂസ് കൂടുതലായിരിക്കും. പെട്ടെന്ന് ഫേസിലൊക്കെ നല്ല രീതിയിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഭയങ്കര ഫേസ് ഇരുണ്ടും ഡള്ളായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഓയിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഫേസ് നല്ല റിഫ്രഷിങ് ആക്കി വെക്കാനൊക്കെ സഹായിക്കും. നാച്ചുറലായിട്ട് നല്ലൊരു ഗ്ലോ തരാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു 5-10-15 മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഉണങ്ങും. ഉണങ്ങിയ ശേഷം ഫേസ് വാഷ് ചെയ്യാം.
അപ്പോൾ മുൾട്ടാണി മിട്ടി അത്യാവശ്യം ഇപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം. ഫേസിലുള്ള ഡേർട്ടും എക്സൈഡുള്ള ഓയിലും നല്ല രീതിയിൽ വലിച്ചെടുക്കാനായിട്ട് മുൾട്ടാണി മിട്ടി സഹായിക്കും. പിന്നെ ഞാൻ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. റോസ് വാട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു റിഫ്രഷിങ് ആക്കി വെക്കാനും സ്കിന്നെ നാച്ചുറലായിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനും നല്ലൊരു സോഫ്റ്റും സപ്പിളാക്കി വെക്കാനൊക്കെ സഹായിക്കും. പിന്നെ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചേർത്തത്, ഓറഞ്ചിൻ്റെ ജ്യൂസ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റി മാറ്റി ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബറിൻ്റെ ജ്യൂസ് അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇത്തിരി വൈറ്റമിൻ സി കണ്ടൻറ്റ് കിട്ടിക്കോട്ടെ, സ്കിൻ ഇത്തിരി കൂടി ബ്രൈറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓറഞ്ചിൻ്റെ അല്ലി ചേർത്തത്. പിന്നെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു ഓറഞ്ച്. അപ്പോൾ അതാ ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു. ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടാണ്. ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ള ഒരു ആഫ്റ്റർ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം വീണ്ടും ഫേസ് വാഷ് ചെയ്തപ്പോൾ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്ററായിട്ടാണ്. കാരണം നല്ല രീതിയിൽ ആ ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആയി. പിന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ അറിയാമല്ലോ, ഒത്തിരി അസിഡിക്കാണ് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും. അത് ലെമണിൻ്റെ അത്ര അസിഡിക്കല്ല എങ്കിലും ലൈറ്റായിട്ട് അസിഡിക്കല്ലേ. അപ്പോൾ സ്കിന്ന് നല്ലൊരു ബ്രൈറ്ററായിട്ടിരിക്കും നമുക്ക്. പിന്നെ നല്ല സോഫ്റ്റും സ്മൂത്തായിരിക്കും. ഓൾറെഡി എൻ്റെ സ്കിൻ ഇത്തിരി സ്മൂത്താണ്, കാരണം നല്ല രീതിയിൽ ഞാൻ സ്കിൻ കെയർ ചെയ്യും കേട്ടോ. അതുകൊണ്ട് സ്കിന്ന് നല്ല സ്മൂത്താണ്. എങ്കിലും ഇപ്പോൾ കുറേ ആയിട്ട് സ്കിൻ കെയർ, അതായത് നാച്ചുറൽ ഹോം റെമഡീസ് ചെയ്യണ കുറവാണ്. അപ്പോൾ വീക്ക്ലി വൺസ് എങ്കിലും എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നും എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറേ നാളുകൾ കൂടി സ്കിൻ ഒന്നും കൂടി നല്ല അടിപൊളി സോഫ്റ്റും സപ്പിളും നല്ല കഴുത്തൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ടാനൊക്കെ നല്ല രീതിയിലൊന്ന് മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്തറിയിക്കുക. അപ്പോൾ നമ്മൾ ഫേസ് മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് വേനൽക്കാലം ആയതുകൊണ്ട് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണത് മമ്മായർത്തിൻ്റെ തന്നെ ബീട്രൂട്ട് ഹൈഡ്രാ ഫുൾ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ബീട്രൂട്ടും അതേപോലെ ഹൈലറോണിക് ആസിഡുമാണ് കണ്ടൻറ്റ് വരുന്നത്. ഫോർ ഹൈഡ്രേറ്റഡ് പിങ്ക് ഗ്ലോക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു മോയ്സ്ചറൈസറാണ്. 48 hours ഹൈഡ്രേഷൻ ഇതിൽ പറയുന്നുണ്ട്. ഓയിൽ ഫ്രീ ഫോർമുലയാണ്. നമ്മൾ ഫേസ് വാഷിൽ പറഞ്ഞ അതേ സെയിം കണ്ടൻറ്റ് തന്നെയാണ്. നാച്ചുറലായിട്ട് നമുക്ക് സ്കിന്നിന് ഗ്ലോ തരാനും സ്കിന്നിൽ ഹൈഡ്രേഷനായിട്ട് നല്ല രീതിയിൽ കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ. പിന്നെ ഇത് വാട്ടർ ലൈറ്റാണ്, നല്ല രീതിയിൽ ക്വിക്ക് അബ്സോർബിങ്ങും ആണ് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ സൂപ്പറാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ആഫ്റ്റർ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഫേസിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ, മമ്മായർത്തിൻ്റെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള മമ്മായർത്തിൻ്റെ ആപ്പ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെയിൽസിൻ്റെ ടൈമിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും ഓഫേഴ്സ് അതേപോലെ ഏർലി ആക്സസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ മമ്മായർത്തിൻ്റെ പ്രൊഡക്ട്സ് നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ വാങ്ങിക്കുകയാണെങ്കിൽ ഞാനിവിടെ ഒരു കൂപ്പൺ കോഡ് കൊടുക്കാം. ഈ ഒരു കൂപ്പൺ കോഡ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 20% ഓഫ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മമ്മായർത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഓൺലൈനിലായിട്ട് കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഓഫ്ലൈനിൽ നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ അടുത്തുള്ള സ്റ്റോറുകളിലൊക്കെ മമ്മായർത്തിൻ്റെ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ മമ്മായർത്തിൻ്റെ സ്റ്റോർ കാണുകയാണ്, ഏത് പ്രൊഡക്റ്റാണ് വാങ്ങിക്കുന്നുള്ളതൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. ഫേസിൽ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ തെറ്റിപ്പോകാറുണ്ട് വാക്കുകൾ, എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇത് നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്. നല്ല പ്ലം ജ്യൂസി നാച്ചുറൽ ഗ്ലോയി സ്കിന്നായിരിക്കും ഇത് യൂസ് ചെയ്താൽ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ വ്യത്യാസം, കണ്ടില്ലേ? ആ ഫേസ് വാഷും ഫേസ് മാസ്കും ഈ ഒരു മോയ്സ്ചറൈസറും എല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.